ചങ്ങായിമാരെ, സംഘികൾ നമ്മളെ വേടനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വിശകലക്കും ക്രിസ്തരി മധുവിന് ശേഷം അയച്ച ഒരു വേട്ടാവളിയൻ പച്ച തീട്ടമാണ് VK ബൈജു. കുറെ ആൾക്കറിയായിരിക്കും, സംഘികളുടെ ചാണകല്ല, പച്ച തീട്ടം തിന്നുന്ന ഇത്ര വൃത്തികെട്ട മനുഷ്യനുണ്ടോ. എന്റെ വാക്കുകൾ വളരെ വൃത്തികേടായിരിക്കും. ഈ വീഡിയോയിൽ പറ്റുമെങ്കിൽ മാത്രമേ കണ്ടാൽ മതി കേട്ടാ. ഇതുപോലത്തെ ഒരു നാറിയ പച്ച തീട്ടം തിന്നുന്ന VK ബൈജു നമ്മളെ വേടനെ നേരെ ആക്രമിക്കാൻ വന്നിട്ടുള്ള ഉണ്ടംപൊരി. ഓനെ തന്ത വിചാരിച്ച് നടക്കുക, ഒരു തന്തേന്റെ തന്ത വിചാരിച്ച് നടക്കുക വേടനെ തൊടാൻ വേണ്ടിയിട്ട്. ഇവന്റെ ഒന്നും വീഡിയോ റിയാക്ട് ചെയ്യാൻ പാടില്ല, എന്നാലും അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് റിയാക്ട് ചെയ്യുന്ന കേട്ടാ. നമുക്ക് പിന്നെ കുറച്ച് നൊടിച്ചിലുകളിലേക്ക് കടക്കാട്ടാ. നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാവിലെ ആയി കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഒരു വേടൻ 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 എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ വേടൻ എന്ന് പറയുന്നത് ഒരു വേടർ സമുദായം എന്ന് ഉണ്ട് എന്നിരിക്കെ, ഒരു കഞ്ചാവടിച്ചും പെണ്ണ് പിടിച്ചും നടക്കുന്ന, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ലോക നേതാവുള്ള നരേന്ദ്രമോദിജിയെ പോലും പച്ചത്തെറി വിളിച്ച് നടക്കുന്ന ഇസ്ലാമിക ജിഹാദികളുടെ ആസനം തുടച്ചു നടക്കുന്ന ഒരുത്തൻ എന്ന് മാത്രമേ ഇവനെ വിശേഷിപ്പിക്കാനാവൂ. പ്രധാനമന്ത്രിനെ തെറി വിളിക്കുന്നത് അതാരും വിളിച്ചില്ല. പക്ഷെ ഇവന് തെറി വിളിക്കണം എന്നുണ്ടാവും ഈ VK ബൈജുവിന്. ഇജ്ജ് വേറെ തന്നെ വീഡിയോയിൽ വിളിച്ചോട്ടാ. വേടൻ തെറി വിളിച്ചില്ല, വേടം വിമർശിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് തെറി വിളിക്കണമെങ്കിൽ പ്രധാനമന്ത്രിനെ വേറെ തന്നെ വിളിച്ചോ, വേടം തെറിയൊന്നും വിളിച്ചില്ല. പിന്നെ ഇസ്ലാമിക ജിഹാദികളെ മറ്റേ താങ്ങി അടക്കുന്നത് എല്ലാ സംഖ്യയെ. നീ സംഖ്യകൾ തൂറുമ്പോ വായി കൊണ്ടുപോകുന്ന നായല്ലോടും ഇജ്ജ വർത്താനം പറയുന്നു. ഉളുപ്പില്ലാതെ നായിന്റെ പേരിൽ എത്ര കേസുണ്ടോ വർഗീയ ലാഭം ഉണ്ടാക്കാൻ നോക്കിയെന്നും പറഞ്ഞിട്ട് വേടന്റെ പേരിലുണ്ടായി ഈ മാരി തീട്ടം തിന്ന നായി. പിന്നെ വേടർ സമുദായം ഇവന്റെ പേര് വേടൻ നാട്ടിന്. ഇതെങ്കിലും ഇങ്ങനെ കയറ്റി പിടിച്ച പിന്നെ വേടം എന്ന് കേൾക്കുമ്പോ നിങ്ങൾ പേടിക്കും, നിങ്ങൾ തൂറിപ്പോവും. അതുകൊണ്ട് നമ്മളെന്താ വേടം പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ ഇങ്ങനെ തൂറിക്കൊണ്ടിരിക്കും, നീ സംഘികളെ തീട്ട തിന്നോണ്ടിരിക്കും. അടുത്തേക്ക് കിടക്കാം. ഈ നാട് അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി, ഹിന്ദുക്കളിൽ ഭിന്നാഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി, ഹിന്ദുക്കളെ വീണ്ടും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി, അതിലൂടെ ചുടുചോര മോന്താൻ നടക്കുന്ന ജിഹാദികളെ സുഖിപ്പിക്കാൻ വേണ്ടി, കമ്മ്യൂണിസ്റ്റ് നരഭോജികളെ സുഖിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആസൂത്രിത നീക്കം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് മുൻപിലേക്ക് ആശ്വാസത്തിന്റെ കിരണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആദർശ് വേണുഗോപാൽ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ വാക്കുകളെ നമ്മൾ ഉദ്ധരിക്കേണ്ടത്. കാരണം നിനക്ക് ഉദ്ധരിക്കണമെങ്കിൽ വേറെ ആള് കൊണ്ടുവരും, നിനക്ക് സ്വന്തമായിട്ട് ഉദാഹരണം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി കേട്ടാ. പിന്നെ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കുന്ന ആരാ? നിന്റെ പേരുള്ള കേസ് നോക്കിയാൽ തന്നെ പോരടും. നിന്റെ പേരിൽ എത്ര കേസുണ്ട് വർഗീയ കലാപം ഉണ്ടാക്കാണ്ടിരിക്കുന്നു. വേറെ വർഗീയ കലാപം ഉണ്ടാക്കാൻ പോകുന്നത് നിന്നെ പോലത്തെ നാറിയ സംഖ്യയൊക്കെ എതിരെ എന്നാടെ വേടന്റെ പാട്ട് ഉളുപ്പില്ലാത്ത നായിയെ. അവർ കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്നു, വേടൻ എന്ന് പറയുന്ന ഈ കിരൺ ദാസ് എന്ന് പറയുന്ന ഈ ചങ്ങാതി ഇനിയും ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിന്റെ വശങ്ങളിലൂടെ അങ്ങനെയും അതല്ല ഇനി ഏതൊരു രീതിയിലാണെങ്കിലും വേടനെ തടയും എന്ന രീതിയിലേക്ക് തന്നെ ആൺകുട്ടികളുടെ സംഘടന എന്ന് ഉറക്കെ പറയേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേടനെ പോലത്തെയുള്ള ഒരു കാടനെ അതല്ലെങ്കിൽ ഒരു വൃത്തികെട്ടവനെ തടയാൻ ആരും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരിക്കെ ആദർശ് വേണുഗോപാലിന്റെ സംഘടന ശ്രീരാം സേന എന്ന് പറയുന്ന ആ സംഘടന അതിന്റെ പ്രാധാന്യം വലുത് തന്നെയാണ്. ഈ ആദർശ് എന്ന് പറഞ്ഞ വേട്ടാവളിനെ ആകെ അന്തം വിട്ടിട്ടുള്ളേ. ഞാൻ എവിടെ പറഞ്ഞ് തടയുന്നു? പഠിച്ചോൻ ഇവ എന്നെ കൊണ്ട് എന്തല്ല പറയിപ്പിക്കുന്നത്. ഓനാകെ പൊട്ടിട്ടുള്ളേ. വേടനെതിരെ കേസ് കൊടുത്ത് കങ്ങായി. എല്ലാണ്ട് ഇപ്പൊ തടയുന്ന പഠിച്ചോന് ആരാ എവിടെ പോയിട്ട് വേടന്റെ പരിപാടിക്ക് പോയിട്ട് തടയാനാ? എന്റെ ആദർശ് മോനെ ഇന്ന പഞ്ഞിക്കിടാൻ വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും നോക്കും. ഇവനാണെങ്കിൽ ഡെയിലി പഞ്ഞിക്കിടൽ കിട്ടുന്നുണ്ട്. തെറിയായിട്ടും പുറത്തിറങ്ങിയാൽ എല്ലായിട്ട് ഇനിയും ആ കൂട്ടാനുള്ള പരിപാടിയാണ്. ഈ പരിപാടി കഴിഞ്ഞ പാട് ഫോണും ഓഫാക്കിയിട്ട് നെറ്റും ഓഫാക്കിയിട്ട് കടന്നുറക്കി ഒരാഴ്ചത്തേക്ക് കേട്ടാ. ആദർശി നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ആദർശി ഈ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളുടെ സംഘടന എത്താനുണ്ടായ കാരണം എന്താണ്? എന്തൊക്കെയാണ് ഇതിന്റെ നിയമവശങ്ങളിലൂടെ നിങ്ങൾ ഇതിനകം തന്നെ ചെയ്തിട്ടുള്ളത്, പോയിട്ടുള്ളത്? എങ്ങനെയാണ് അത് വിശദീകരിക്കുകയാണെങ്കിൽ? ആദർശ ടീം എത്താനുള്ള കാരണം വെച്ചാൽ ആദർശിന്റെ കൂട്ടത്തിൽ കുറെ ആൾക്ക് ജീവിതം എടുത്തിട്ടുണ്ട്. മരിച്ചേ പറ്റും പറഞ്ഞ് നടക്കുന്നതാണ്. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ കിട്ടില്ല, ഇൻഷുർ കിട്ടൂല. അതുകൊണ്ട് ഈ പരിപാടിക്ക് പറ്റി കൊളാക്കാൻ നോക്കും, നാട്ടുകാർ തല്ലി കൊല്ലും. അപ്പൊ എന്താ ഇൻഷുർ കിട്ടും. അതാണ്. അല്ലാണ്ട് വേറെ ഒന്നും ആദർശിന് ചിന്തയില്ല, ആദർശിന്റെ ചങ്ങായിമാർക്കും ചിന്തയില്ല. വീട്ടിൽ പൈസ കിട്ടണം, ആത്മഹത്യ ചെയ്താൽ കിട്ടൂല, നാട്ടുകാർ തല്ലിക്കൊന്നുണ്ടാകുമ്പോൾ ഇൻഷുർ പൈസ കിട്ടുന്നുള്ള ധാരണയില്ല. നീ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളേ കേട്ടാ വേട്ടാവളിയൻ ബൈജു. ഇനി ഇപ്പൊ പറഞ്ഞു ഇത് നിയമവശങ്ങൾ ആലോചിക്കുമെന്നുള്ളത്. ഇയാളുടെ പ്രോഗ്രാം തടയുന്ന രീതിയിലേക്ക് നീക്കമുണ്ടോ ശ്രീരാമസേനയ്ക്ക്? നമ്മളതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വേടൻ ഇനിയും വീണ്ടും ഇത്തരത്തിലുള്ള അടിമയായിക്കൊണ്ട് ലഹരി കൂത്താട്ട പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീരാം സേന അതിനെ തടയിടാനായിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. പരാതിയിലും നമ്മൾ ചൂണ്ടിക്കാണിച്ചു. എന്റെ ആദർശ് മോനെ,
ഇജ്ജ പരിപാടിന്റെ ഇടയ്ക്ക് തടയാൻ പോയിട്ടുണ്ടെങ്കിൽ എന്റെ ശ്രീരാമസേനന്റെ തുടക്കവും ഒടക്കവും അല്ല അടിയായിരിക്കും. നീ വെറുതെ ദൈവത്തിന്റെ പേര് വിട്ടിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പും വർഗീയത ഉണ്ടാക്കാൻ നടക്കുന്ന ആ ബൈജുവിന്റെ ഒപ്പം കൂടിയിട്ടില്ല. എന്റെ വെറുതെ തടി കളയണ്ട. നല്ല തടിയുള്ള മനുഷ്യനാണല്ല, അധ്വാനിച്ച് ജീവിക്കും. ഇങ്ങനെ ദൈവത്തിന്റെ പേര് വിട്ടിട്ട് ഹിന്ദുക്കളെ തന്നെ തമ്മിൽ തല്ലി നടക്കല്ലാട്ടാ. നീ തല്ലാൻ വേണ്ടി ആരെയടക്കിയാ പോണ്ടത്? വേടന്റെ എടുക്കാം. ആടെ ആരുണ്ടാവുക? നല്ല ആൺകുട്ടി ഉണ്ടാവും. ഹിന്ദു പറഞ്ഞ നല്ല ആൺകുട്ടികളുണ്ടാവും. അവർക്ക് എല്ലാ ജാതി മതങ്ങളെയും ബഹുമാനിക്കുന്ന നല്ല ഹിന്ദുക്കൾ ഉണ്ടാടാ. നിന്നെ എടുത്തിട്ട് ചവിട്ടും കേട്ടാ. ഇവരുടെ ശ്രീരാമന്റെ പേരും മറ്റു പോയിട്ടൊന്നും കാര്യമില്ല. ഇവന്റെ ഇടയ്ക്കെല്ലാം കൂടിക്കഴിഞ്ഞാൽ ഞാൻ അതാ പറയുന്നത്, ഫോൺ ഓഫ് ആക്കി ഈ പരിപാടി ഒക്കെ ഇത് കഴിഞ്ഞ പാടെ നീ ഫോൺ ഓഫ് ആക്കിയിട്ട് പോയിക്കോ. വേടന്റെ പരിപാടിന്റെ ഇടയ്ക്ക് എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരാടുന്നൊരു സൗണ്ട് ഇട്ട് ആ സൗണ്ടിന്റെ ഇതിൽ നീ അടക്കം ചത്തുപോടൂ. നീ ആ പരിപാടിന്റെ ഇടക്കാ നീ കൊളാക്കാൻ വേണ്ടി പോകുന്നു. എനിക്ക് തലയിലൊന്നും ഉണ്ടാ. എന്റെ തലയിൽ ചാണകം തന്നെയാ മറ്റവന്റെ പോലെ. അനക്കറിയില്ല ഇജ്ജ് സംഖ്യ തന്നെയാ. സംഖ്യ ആയിരിക്കില്ല കേട്ടാ, നീ ലോകസംഖ്യ ആയിരിക്കും. അല്ലാണ്ട് ഇപ്പൊ ഈ വാട്ടാവളിന്റെ അപ്പുറം കൂടുതലല്ല. അടച്ചോനെ ഇതേ പോക്കാണെങ്കിൽ ചാണക സംഖ്യകൾ അടിയിട്ടി ഓടുന്നേയും കൂടി കാണുന്നില്ല. എടപ്പാൾ ഓട്ടത്തിന് ശേഷം സംഖ്യകൾ അടുത്ത ഓട്ടായിരിക്കും വേടന്റെ പരിപാടിക്ക്. ഓടാനിലുണ്ടാവുമോ? അങ്ങമാര് പിള്ളറാടി ഉണ്ടോ? നല്ല അധ്വാനിക്കുന്ന വർഗ്ഗങ്ങൾ ഉണ്ടാവും അവിടെ. അധ്വാനിച്ച് വൈകുന്നേരം പാട്ട് കേൾക്കാൻ പോകുന്ന, അല്ലെ രാത്രി പാട്ട് കേൾക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ കഞ്ചാവ് അടിച്ച് ഏടെയാടോ വേടം പാടിയിട്ടുള്ളത്? നീ ഒന്ന് കാണിച്ചട്ടെ. വേടന്റെ പരിപാടിക്കാരുടെ വള്ളടിയും കാര്യത്തിൽ നടക്കുന്നത്. നിന്റെ എല്ലാം പരിപാടിക്കാരുടെ വള്ളടി നടക്കുന്നത്. ഈ വേട്ടാവളിയും വൈജൂല്ലേ, ഓൻ ഇപ്പൊ നിൽക്കുന്ന 4 പെഗടിച്ചിട്ടാണ്. ഓനെ കണ്ണ് കണ്ടിട്ടില്ലേ? ഇങ്ങനെ ആടുന്നുണ്ടില്ലേ? 4 പെഗടിച്ചിട്ടുള്ള ആ വേട്ടാവളിയെ ഓൻ കഞ്ചാവ് അടിക്കലുണ്ട്. പിന്നെ ഇവന്റെ എല്ലാം നേതാവുണ്ടല്ല നമ്പ്യാറുട്ടി, ഓന്റെ ചങ്ങായി എന്നെ പറഞ്ഞിട്ട് ഓരോ പരിപാടിന്റെ അടുക്ക് 4 3 പഫ് അടിച്ചിട്ട് ഇവൻ കയറി ഇരിക്കുവാന്ന്. പഫ് അടിച്ചിട്ട് ലോകം തിരിയാത്ത നമ്പ്യാറുട്ടിന്റെ ശിഷ്യനാണ് ഈ തീട്ടം തിന്ന. ഇത് പച്ച തീട്ടം, മനുഷ്യ തീട്ടം തിന്ന VK ബൈജു. ഇവനെല്ലാം താങ്ങിയാണെന്നിട്ട് ശ്രീരാമന്റെ പേര് ഇടല്ലേട്ടാ. നിന്നെല്ലാം ആരുടെ ശ്രീരാമന്റെ പേരിടാൻ പറ്റി? നീ ആനതാലോചിക്കുന്നു. ഇവര് കുറച്ച് ആൾക്കാർക്ക് ദൈവത്തിന്റെ പേരും കിട്ടില്ല. അതല്ല ശരിക്കും പറഞ്ഞാൽ നിർത്താലാക്കണം. ദൈവത്തിന്റെ പേര് അങ്ങനെ ഇട്ടേക്കല്ലോ ഓരോ സംഘടന വെറുതെ അങ്ങിട്ടില്ല. എന്തെങ്കിലും ഹിന്ദു ധർമ്മമായിട്ട് എന്തൊക്കെ ബന്ധമുണ്ട് ഇവർക്കല്ല. അന്യ മതക്കനെ കാണുമ്പോൾ ചൊറിച്ചിൽ വരുന്ന എല്ലാണ്ട് വേറൊരു മതക്കാരനെ കാണുമ്പോൾ ഇങ്ങനെ വിപ്ലവം കൊള്ളുന്നതാണോ ഒരു ഹിന്ദു വികാരം? ഹിന്ദുക്കളുടെ വികാരം മനസ്സിലുണ്ടാണ്. അത് നന്മയാണ്. എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും ബഹുമാനിക്കാൻ പഠിക്കുക. അവരുടെ ആരാധനയെ ബഹുമാനിക്കാൻ പഠിക്കുക. അതാണ് ഹിന്ദു പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാണ്ട് ഇങ്ങനെ ശ്രീരാമസേന എന്നും പറ്റി കഞ്ചാവ് കാണുമ്പോൾ ചൊറിച്ചിലുണ്ടെങ്കിൽ കഞ്ചാവ് അടിക്കുന്ന കഞ്ചാവ് വെക്കുന്ന ഒരുപാട് ആൾക്കാരുടെ സംഖ്യകൾ ഓനെല്ലാം പോയി പൊക്ക്. നിങ്ങൾ വേടനെതിരെ ഇങ്ങനെ കുരുവൊട്ടി വാ. എന്റെ VK ബൈജു തീട്ടമേ, പച്ച തീട്ടമേ. ശ്രീരാമസേന പ്രവർത്തക, നീ ആദ്യം ഉണ്ടല്ലോ ഈ പരിപാടിക്ക് പോകുമ്പോൾ ഈ തീട്ടം VK ബൈജുവിന്റെ മുന്നിൽ കേട്ടാ. നീ ഒറ്റക്ക് പോണ്ട. ബൈജുവേട്ടാന്ന് മറ്റു ഓനെയും കൂട്ടി അവിടെ കൊണ്ടുപോട്. ബൈജുവേട്ടൻ പോലീസ് തൊട്ട് ഓടാൻ നോക്കും വിട്ടേക്കല്ല കേട്ടാ. പിടിച്ചാടെ മുന്നിൽ വെക്കണം. എന്റെ വേടന്റെ പരിപാടിക്ക് അലങ്കോലാക്കാൻ വേണ്ടി പോകണം കേട്ടാ. VK ബൈജുവിന് മുൻകൂട്ടി ആദരാഞ്ജലികൾ ഞാൻ ഇപ്പോഴേ നിർന്നു കേട്ടാ. എന്നാ പിന്നെ ശ്രീരാമസേന പ്രവർത്തക, ഈ ഒരു ശ്രീരാമന്റെയും പ്രവർത്തനമല്ല, നീയല്ല ശരിയായ പക്കാ വർഗീയവാദി മാത്രമേ ഉള്ളൂ. നിന്നെയല്ല ഹിന്ദുവിലേ ഞാൻ കൂട്ടുന്നില്ല കേട്ടാ. പിന്നെ ശരി, നിങ്ങൾ വേടന്റെ പരിപാടിക്കെല്ലാം പോയിട്ട് ഒരു ആദരാഞ്ജലിയിൽ എടുത്തിട്ട് ഭാഗട്ടാ. എന്നാ പിന്നെ ശരി, സുലാൻ.